ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പപ്പട പൊരിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഈ പപ്പട പൊരിയൽ സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 6 പപ്പടം എടുത്തിട്ടുണ്ട്. ഉഴുന്ന പപ്പടമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇങ്ങനെ അപ്പളത്തിൽ തയ്യാറാക്കുന്നതിനേക്കാളും ഉഴുന്ന പപ്പടത്തിൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഒന്നുകിൽ ഒരു കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതിയാവും. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത നമ്മുടെ പപ്പട കഷ്ണങ്ങളെല്ലാം ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. പപ്പടം പൊരിക്കാനുള്ള എണ്ണ ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എപ്പോഴും വെളിച്ചെണ്ണയിൽ പൊരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പപ്പടത്തിൻ്റെ ആ ഒരു തനതായ രുചി കിട്ടണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. ഒരു പപ്പടം ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അരിഞ്ഞതിന് ശേഷം പൊരിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി കേട്ടോ. പപ്പടമെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മൾ പപ്പടം പൊരിച്ചെടുത്ത ആ എണ്ണ തന്നെ മതിയാവും. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ആവശ്യമായിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 4 വെളുത്തുള്ളി അല്ലി ഞാനിപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഒരു 7ഓളം ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർക്കുന്നതെല്ലാം ഒന്ന് ചതച്ച് തന്നെ നമ്മളൊന്ന് ചേർത്തേക്കണം. ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. അപ്പോൾ വെളുത്തുള്ളിയെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളക് ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതല്ല വറ്റൽമുളക് ക്രഷ് ചെയ്തത് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയും കൂടിയാണ്. അപ്പോൾ തേങ്ങ നല്ല ചെറിയ രീതിയിലൊന്ന് ചിരകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. വലിയ വലിയ പീസാകരുത്. അപ്പോൾ ആ തേങ്ങയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. വളരെ കുറച്ച് മതിയാവും കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. അപ്പോൾ തേങ്ങയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച മണമില്ല, ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടിട്ട് അതുവരെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് ഉപ്പിൻ്റെ ആവശ്യമില്ല, കാരണം പപ്പടത്തിൽ തന്നെ ധാരാളം ഉപ്പുള്ളതാണ്. അപ്പോൾ ഉപ്പ് കുറവുള്ള പപ്പടമാണെങ്കിൽ മാത്രം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല. വളരെ കുറച്ച് സമയം മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 2 പിഞ്ചളവിൽ കായപ്പൊടിയും കൂടി. കായപ്പൊടി മറക്കാതെ ഒന്ന് ചേർത്തേക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പടം കൂടി ചേർത്ത് കൊടുക്കാം. പപ്പടം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പപ്പടം ചേർത്തിട്ട് ഒരുപാട് ഇട്ട് ഇങ്ങനെ സ്പീഡിൽ ഇളക്കരുത്, എങ്കിൽ പിന്നെ പപ്പടം എല്ലാം കൂടി പൊടിഞ്ഞു പോകും. അപ്പോൾ അത്രയ്ക്ക് പൊടിക്കരുത്. ചെറിയ രീതിയിൽ പൊടിഞ്ഞു വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പപ്പടവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ അങ്ങനെ ഒരുപാട് അങ്ങനെ പൊടിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ ചൂട് പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നമ്മൾ സാധാരണ പപ്പടം ഇങ്ങനെ പൊരിച്ച് കഴിക്കുന്നതിന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.